Anish Parur from Ernakulam, Zonal Manager, Justpaid International. I am Nelson Joseph, Deputy Manager in Justpaid International from Ernakulam. അപ്പോൾ എന്താണൊക്കെ പറഞ്ഞു അല്ലേ? എന്താണൊക്കെ പറഞ്ഞു? എന്താ പറഞ്ഞേ? രണ്ട് MC-മാര് സത്യം പറഞ്ഞാൽ കാശ് കൊടുക്കേണ്ടാത്തത് കൊണ്ടും വീട്ടിൽ നിന്ന് ആളെ ഇറക്കിയത് കൊണ്ടും കുറച്ച് മസാലയൊക്കെ പുരട്ടി ഞങ്ങളെ ഒന്ന് പോലെ നല്ല രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു? ഒന്നൊരു കൈ കൊടുത്തരാം. ഒരെണ്ണം എന്റെ പെങ്ങളാണെങ്കിൽ ഒരെണ്ണം ഭാര്യയാണ്. അപ്പൊ മസാല പറ്റാതിരിക്കോ? ഒരേ ഒരു ഭാര്യ. അതെ, ഒറ്റ കേട്ടോ. എനിക്ക് പക്ഷെ രണ്ടെണ്ണമാണ്. രണ്ടെണ്ണമല്ല, എനിക്ക് അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുന്നത്. സോറി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, ഫാമിലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു പ്രസന്റേഷൻ ഇന്ന് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭാഗ്യം തന്ന ഞങ്ങളുടെ ദൈവത്തിനും ഒപ്പം ഞങ്ങളുടെ മാനേജ്മെന്റിനും ഒരു കൈ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ പ്രൊഫഷണലി ഞാൻ ഇദ്ദേഹത്തെ പോലെ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു, വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറേ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ, വെള്ളപ്പൊക്കവും കൊറോണയൊക്കെ നമ്മളാകെ ബുദ്ധിമുട്ടിച്ച സമയത്താണ് ജസ്റ്റ്പെയ്ഡ് എന്ന് പറയുന്ന കമ്പനിയെയും ആ മാനേജ്മെൻറ്റിനെയും പരിചയപ്പെടാനിടയായത്. അങ്ങനെ ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ജസ്റ്റ്പെയ്ഡ് വളരുന്നതോടൊപ്പം തന്നെ ഒപ്പം വളരാനും സാധിച്ചത് ആ രണ്ട് ദൈവതുല്യരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ കാരണമാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ആ രണ്ട്, എനിക്കുമല്ല, എനിക്കും ലിൻസനും വേണ്ടി ആ രണ്ട് വ്യക്തികൾക്ക് ഒരു ക്ലാപ്പ് കൂടി കൊടുക്കാമോ? അപ്പോൾ അനീഷേട്ടൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വിട്ടു തന്നെ പറഞ്ഞല്ലേ. കാരണം ഞാൻ പ്രൊഫഷണൽ വൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ പറയുന്നത്, ശരിക്കും അല്ലെ അനീഷ് സാർ, നമ്മളൊക്കെ ഇപ്പോഴാണ് ബിസിനസ്സുകാരായി മാറിയത്. അപ്പൊ ഞങ്ങളെ ബിസിനസ്സുകാരാക്കിയ ഞങ്ങളുടെ മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. കാരണം ഇന്ന് റാഫി സാർ പറഞ്ഞു, കോടികൾ കടബാധ്യതയുള്ള ഒരു കുടുംബം, ഒരു കുടുംബം രക്ഷപ്പെട്ട ഒരു കഥയുണ്ടെങ്കിൽ ആ കഥയിലെ ആദ്യത്തെ പേര്